ഇത് നമ്മുടെ അസിനാർക്ക, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വരുമ്പോഴേ 13-ാം തീയതിയാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ്, നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്ലഡും ക്രിയാറ്റിനും അതുപോലെ നിങ്ങളുടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അല്ലാതെ ഫുഡ് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി 23 ചെക്ക് ചെയ്ത് 14-ാം തീയതി വീട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്ത് രാവിലെ ആ റിസൾട്ടുമായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ക്രിയാറ്റിന് 1.4 ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഷുഗർ 198 ആയിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ യൂറിക് ആസിഡും 6 സംതിങ് ആയിരുന്നു, 6.3 ആയിരുന്നു. ഇപ്പോ ഇന്നലെ, അതായത് 23/1/2025 9:13 അദ്ദേഹത്തിന്റെ റിസൾട്ട് ചെക്ക് ചെയ്തപ്പോഴേ ബ്ലഡ് ഷുഗർ 21 ആയി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൊളസ്ട്രോള് 157 ആയി. സൂപ്പർ. മാത്രമല്ല, നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് കിഡ്നി പോകും എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഏറ്റവും വലിയ അമേസിങ് ഒരു റിസൾട്ടാണിത്. അദ്ദേഹത്തിന്റെ 1.4 ആയിരുന്നു ക്രിയാറ്റിൻ. ഒരിക്കലും നമ്മളത് മെഡിസിനോ അസുഖം മാറുന്ന സാധനമായിട്ടല്ല. എന്നിരുന്നാൽ പോലും തെറ്റായ ഫുഡ് ഹാബിറ്റ് അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്തപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായി വാട്ടർ ടേക്കിങ്ങും കൃത്യമായി പറയുന്നത് പോലെ ചെയ്തപ്പോഴേ അദ്ദേഹത്തിന്റെ ക്രിയാറ്റിൻ നിലവിലുള്ള 1.4-ൽ നിന്ന് 1.1-ലേക്ക് മാറി എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് വയസ്സ് 71 ആയ ആളാണ്. നോർമലി ഒരു പ്രായം കൂടിയ ആളുകൾക്ക് എപ്പോഴും ഒരു ബോർഡർ ലൈനിലാണ് ഉണ്ടാവും. പക്ഷേ അമേസിങ് റിസൾട്ട്, നമ്മുടെ ഫുഡിന്റെ മഹത്വം തന്നെ പറയട്ടെ, അദ്ദേഹത്തിന് 1.1 ആയി മാറി. ഇത്രയും നല്ല റിസൾട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇതുവരെ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് എങ്ങനെയുള്ള ഫുഡ് കഴിച്ചിട്ട്? നല്ല നല്ല നിങ്ങള് നടക്കുമ്പോഴും വർക്ക് ചെയ്യുന്നതിനൊക്കെ നല്ല സുഖം തോന്നിയിട്ടുണ്ടാവും. ടെസ്റ്റ് ചെയ്യാനല്ല, 10 ദിവസം ചെക്ക് ചെയ്യാനല്ല എന്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ വന്നപ്പോ ഫുഡ് വേണമെന്നായി, സ്റ്റേ ചെയ്യണമെന്നായി. മാത്രമല്ല, ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി, അവരെ കൊണ്ടുപോയി മൂപ്പര് എന്നെ കാണാതെ സ്വകാര്യത്തിൽ അവരോട് പറഞ്ഞ്, ഇത് സാധനം സൂപ്പറാണ് കേട്ടോ. എന്റെ പിന്നെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ പോയി ഫുഡിന് അവർക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോ അവരുടെ വീട്ടിൽ കൊണ്ടാവും. മൂപ്പര് പറഞ്ഞ എനിക്ക് കിട്ടിയ ഇവിടെ സുബൈ വാങ്ങുമ്പോഴും എന്റെ പള്ളി പോകണമല്ല. എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തില്ലെങ്കിൽ അവരും രക്ഷപ്പെടട്ടെ, ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരുന്ന സലാമോ? അതൊരു ഹിദ്മത്തല്ലേ? അള്ളാഹുവിന്റെ ഒക്കെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമില്ലേ? ഞാൻ എന്തിനാണ് ഇതിന്റെ അനുഭവം മറ്റുള്ള നമ്മളെ പീഡനമൊക്കെ ചില പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഏറ്റോളുന്നില്ല. ശരിക്കും ബന്ധമുള്ള ആളുകൾക്ക് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.